നമസ്കാരം നമസ്കാരം നമസ്കാരം. അപ്പോൾ പാലക്കാട് വിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സിന്ധു കൂൾബാർ തന്നെയാണ്. ഇതൊരു വികാരമാണല്ലേ. ഞാൻ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് കൂടെയാണ് പോയത്, ബിക്കോസ് ഷട്ടറൊന്നും തുറന്നിട്ടില്ല. സുനിലേട്ടൻ അച്ഛൻ്റെ ഫോട്ടോന് മാലയൊക്കെ വളരെ നിങ്ങൾ അതായത് സിന്ധു കൂൾബാർ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ളിലത്തെ കാര്യങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ, ബിസി ആയിട്ടിരിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ദേവലോകം പോലെയാണ്. ആ അമ്പലം പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ ആ ദൈവത്തിൻ്റെ ആ ഒരു ഇതും ആ ശരിക്കും ചിരട്ട പൊട്ടിച്ച് അതിലേക്ക് സാമ്പ്രാണിപ്പൊടി ഇട്ടിട്ട് അവിടെ മുഴുവൻ രാവിലെ നേരത്ത് ഏകദേശം അവർ 10 മണിക്കാണല്ലോ തുറക്കുക. അതിനു മുമ്പാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിൽ കൂടെ കയറുന്നത്. ബാക്കിൽ കൂടെ കയറിയിട്ട് കണ്ട കാഴ്ചയുണ്ടല്ലോ, ഐ മീൻ ലൈക്ക് ഇറ്റ് വാസ് സോ പോസിറ്റീവ്. അത്രയ്ക്ക് പോസിറ്റീവാണ് അവരുടെ അടുത്തുള്ള വെറൈറ്റീസ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ സിന്ധു കൂൾബാറിൻ്റെ വെറൈറ്റീസിൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പല 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 ഐറ്റംസാണ് സിന്ധു കൂൾബാറിൽ ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത ഒരു കാര്യമാണത്. അവിടുത്തെ ചേച്ചി ഉണ്ടല്ലോ, വര അനുസരിച്ച് ടേബിൾ കറക്റ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആസ് യൂഷ്വൽ 2 മറ്റേ നമ്മുടെ ജ്യൂസ് പറഞ്ഞു, മുന്തിരിങ്ങ ജ്യൂസ് പറഞ്ഞ് നിമിഷം കൊണ്ട് 10 മണിക്ക് കറക്റ്റായിട്ട് അവർ ഷട്ടർ തുറന്നു. എൻ്റെ പൊന്നു മക്കളെ, ഷട്ടർ തുറന്ന് ചോന്ന് മഴ പെയ്യുകയാണ് കേട്ടോ. ഇതുപോലെ മഴ എനിക്ക് മതിയായി. മഴയോട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ ആൾക്കാരുടെ ആ ഉള്ളിൽ വരാനുള്ള ആ ഒരു തിടുക്കം കാണണം. ഈ മഴയത്താണ് കേട്ടോ നമ്മൾ സംസാരിക്കണം. അപ്പോൾ വേനൽക്കാലത്ത് എന്തായിരിക്കും സ്ഥിതി? അത്രയ്ക്ക് ഫീലിംഗ് ആണ് സിന്ധു കൂൾബാർ എന്ന് പറയുന്നത് ഓരോ പാലക്കാടുള്ള ആൾക്കാർക്കും. നേരിട്ട് സുനിലേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഏറ്റവും പാലക്കാട് ആരോട് ചോദിച്ചാലും ഫേമസ് ആയിട്ട് പറയുന്ന സിന്ധു കൂൾബാറിൻ്റെ ഓണറായിട്ടുള്ള സുനിലേട്ടനാണ് കൂടെ ഉള്ളത്. സുനിലേട്ടാ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആരോടും ഏത് പാലക്കാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും അവരുടെ വായിൽ വരുന്ന ഒരേ ഒരു ഫേമസ് ആയിട്ടുള്ള കൂൾബാറാണ് സിന്ധു കൂൾബാർ. എങ്ങനെ, എപ്പോൾ, ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? 1984. ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഒരു കൂൾബാർ തുടങ്ങണം എന്നൊക്കെ തോന്നി? ഓ, ഇത് വീടാണ്. ആ ഓക്കെ. ആൾക്കാർ വാടകയ്ക്ക് ജീവിക്കുന്നതായിരുന്നു. പാലക്കാട് ഫസ്റ്റത്തെ മെഡിക്കൽ ഷോപ്പായിരുന്നു. ഓക്കെ. നാഷണൽ മെഡിക്കൽസിലാണ്. ഓക്കെ. നമ്മളിവിടെ താമസം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു ഇതുണ്ടായിരുന്നത്, മെഡിക്കൽ ഷോപ്പ്. ഓക്കെ. അപ്പോൾ അവർ ആൾക്കാർ കടയ്ക്ക് വാടകയ്ക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഫ്രിഡ്ജും വെച്ച് തുടങ്ങിയ കട. അതെ അല്ലേ? ഓക്കെ. അതെ. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എത്തിച്ചു. വെരി ഗുഡ്. ഒരുപാട് അഭിമാനം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. വേറെ സ്ഥലങ്ങളിൽ നമ്മൾ പാലക്കാടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പാലക്കാട്, സിന്ധു കൂൾബാറിത്തെ ഗ്രേപ്പ് ജ്യൂസ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു അഭിമാനം ഉണ്ടാവാറുണ്ട്. ഇന്ന് ആ നേരിട്ട ആളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം. എന്താണ് എനിക്കറിയാം, റെസിപ്പി ഞാൻ ചോദിക്കില്ല, ബിക്കോസ് അത് നിങ്ങളുടെ ട്രേഡ് സീക്രട്ടാണ്. എന്നാലും എങ്ങനെയാണ് ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഫേമസ് ആയത്? ഒരുപാട് ജ്യൂസ് ഫേമസ് ആവാലോ, അപ്പോൾ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് തന്നെ ഫേമസ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ്? ആൾക്കാരുടെ ഇഷ്ടപ്പെടുന്ന സാധനമായിരുന്നു. ഓക്കെ. ആദ്യം എല്ലാവരുടെയും ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരുടെയും ഉണ്ട്. ഓക്കെ. അന്നൊന്നും നമ്മൾ ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അല്ലേ? അന്ന് 84 എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ആ 84ലും ഇതേപോലെ കറുത്ത മുന്തിരിങ്ങയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഏട്ടാ? എല്ലപ്പോഴും ഉണ്ട്. ഗ്രേപ്പ് കിട്ടും. ഓക്കെ, ശരി. ഇപ്പോൾ ഗ്രേപ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എവിടുന്നാണ്? നിങ്ങളുടെ പാലക്കാട് നിന്നാണ് എടുക്കുന്നത്. അന്നാളുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ കഴിക്കട്ടെ. താങ്ക് യു. ആ മുന്തിരിങ്ങ ജ്യൂസ് അതൊരു എൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഒരു തലമുറയുടെ വികാരമാണ്. അതായത് ഒരു കാര്യമുള്ളത്, അതിലത്തെ അവിടെ സ്ട്രോ ഇല്ല. ആ കംപ്ലീറ്റ് ഗ്രേപ്സും താഴെ വരയ്ക്കും ഒരേപോലെ നമുക്ക് ചവച്ച് കഴിക്കാൻ പാകത്തിന് ആ ജ്യൂസിൽ കിടന്നിട്ട് ഉള്ള അതേപോലെ
എപ്പോൾ കഴിച്ചിരിക്കുന്നോ അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ്. കുടിച്ച് കഴിഞ്ഞാൽ വയറങ്ങോട്ട് നിറയെന്ന് പറയില്ലേ, ആസ്വദിച്ച് കുടിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ പാലക്കാടുള്ളവരുടെ അടുത്ത് ഞാൻ പറയില്ല, ബിക്കോസ് ഒരു പ്രാവശ്യമെങ്കിലും സിന്ധു കൂൾബാറിൽ കയറാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, വല്ലപ്പോഴും പുറമേ ഉള്ള ആൾക്കാരാണെങ്കിൽ ദയവീത് ഞങ്ങളുടെ പാലക്കാടുള്ള സിന്ധു കൂൾബാറിലേക്ക് ഒന്ന് വരണേ, വന്ന് കഴിച്ചു നോക്കൂ. അവിടെയുള്ള എല്ലാവരും പലതും കഴിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് അവരുടെ ആ ഒരു ഗ്രേപ്പ് ജ്യൂസ് തന്നെയാണ്. ഒരു ഡ്രോപ്പ് പോലും ബാക്കി വെക്കാതെയാണ് അന്ന് കഴിച്ച് തൃപ്തിയോട് കൂടിയിട്ട് ഞാൻ ഇറങ്ങിയത്. ഈ ഒരു സംസാരിക്കാനും ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാനും നമ്മളോട് സംസാരിക്കാനും ഒക്കെ സുനിലേട്ടനോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ എവ്രി വൺ.